بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. വചനം 3. വയർസുഖുഹു അവന് നൽകുകയും ചെയ്യും, അവന് ഉപജീവനം ആഹാരം നൽകുകയും ചെയ്യും. മിൻ ഹൈസു വിധത്തിൽ കൂടി, ലാ യഹ്തസിബ് അവൻ കണക്കാക്കാത്ത വിചാരിക്കാത്ത, വമൻ യതവക്കൽ ആർ ഭരമേൽപ്പിക്കുന്നുവോ, അലല്ലാഹി അല്ലാഹുവിന്റെ മേൽ, ഫഹുവ ഹസ്ബുഹു എന്നാൽ അവനു മതി. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, ബാലിഗു പ്രാപിക്കുന്നവനാണ്, എത്തിച്ചേരുന്നവനാണ്, അംരിഹി തന്റെ കാര്യത്തിൽ, ഖദ് ജഅലല്ലാഹു അല്ലാഹു ആക്കിയിട്ടുണ്ട്, ഏർപ്പെടുത്തിയിട്ടുണ്ട്, ലികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും വസ്തുവിനും സംഗതിക്കും, ഖദ്റ ഒരു നിർണയം, കണക്ക്, തോത്, വ്യവസ്ഥ. മാത്രമല്ല അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്. ആർ അള്ളാഹുവിന്റെ മേൽ കാര്യങ്ങളെല്ലാം ബലമേൽപ്പിക്കുന്നുവോ അവനു അവൻ തന്നെ മതിയാകും. നിശ്ചയമായും അള്ളാഹു തന്റെ ഉദ്ദിഷ്ടകാര്യം പ്രാപിക്കുന്നവനാണ്. ഓരോ കാര്യത്തിനും അള്ളാഹു ഒരു നിർണയം, വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്. واللائي يئسن من المحيض من نسائكم إن ارتبتم فعدتهن 3 أشهر واللائي لم يحضن وأولاة الأحمال أجلهن أن يضعن حملهن ومن يتق الله يجعل له من أمره يسرا. വചനം 4. വല്ലായി യാതൊരു സ്ത്രീകൾ, യഇസ്ന നിരാശപ്പെട്ട, മിനൽ മഹീദ് ആർത്തവത്തെ സംബന്ധിച്ച്, മിൻ നിസായിക്കും നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന്, ഇനിർതബതും നിങ്ങൾ സംശയപ്പെടുന്ന പക്ഷം, സന്ദേഹപ്പെടുന്ന പക്ഷം, ഫഇദ്ദതുഹുന്ന എന്നാൽ അവരുടെ ഇദ്ദ, 3 അശ്ഹുരിൻ 3 മാസമാണ്. വല്ലായി യാതൊരു സ്ത്രീകളുടെയും, ലം യഹിദ്ന ആർത്തവമുണ്ടാകാത്ത, ഋതുവായിട്ടില്ലാത്ത, വ ഉലാത്തുൽ അഹ്മാലി ഗർഭമുള്ള സ്ത്രീകൾ, അജലുഹുന്ന അവരുടെ അവധി, അയ്യലഅന അവർ പ്രസവിക്കലാണ്, ഹംലഹുന്ന അവരുടെ ഗർഭം, വമൻ യത്തഖി ആർ സൂക്ഷിക്കുന്നുവോ, അല്ലാഹുവിനെ, യജ്അൽ ലഹു അവന് ഉണ്ടാക്കിക്കൊടുക്കും, ഏർപ്പെടുത്തിക്കൊടുക്കും, മിൻ അംരിഹി അവന്റെ കാര്യത്തെ സംബന്ധിച്ച്, യുസ്റ എളുപ്പം, സൗകര്യം. നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നു ആർത്തവത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടവരാകട്ടെ, നിങ്ങൾ സംശയപ്പെടുകയാണെങ്കിൽ അവരുടെ ഇദ്ദ 3 മാസമാകുന്നു. ആർത്തവമുണ്ടായിട്ടില്ലാത്തവരുടേതും അങ്ങനെ തന്നെ. ഗർഭവതികളായ സ്ത്രീകളാകട്ടെ, അവരുടെ അവധി അവർ തങ്ങളുടെ ഗർഭം പ്രസവിക്കലാണ്. അള്ളാഹുവിനെ ആർ സൂക്ഷിക്കുന്നുവോ അവനു തന്റെ കാര്യത്തെക്കുറിച്ച് അവൻ എളുപ്പം, സൗകര്യം ഉണ്ടാക്കിക്കൊടുക്കുന്നതാണ്.
ذلك أمر الله أنزله إليكم ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. വചനം 5. ദാലിക അത്, അംറുല്ലാഹി അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അൻസലഹു അതിനെ ഇറക്കിയിരിക്കുന്നു, ഇലൈക്കും നിങ്ങളിലേക്ക്, വമയ്യത്തഖില്ലാഹ അല്ലാഹുവിനെ ആർ സൂക്ഷിക്കുന്നുവോ, യുകഫിർ അൻഹു അവന് മറച്ചുവെച്ചു കൊടുക്കും, മൂടിവെച്ചു കൊടുക്കും, സയ്യിആതിഹി അവന്റെ തിന്മകളെ, വയുഅളിം ലഹു അവൻ വമ്പിച്ചതാക്കുകയും ചെയ്യും, വലുതാക്കുകയും ചെയ്യും, അജ്റ പ്രതിഫലം. അതു അള്ളാഹുവിന്റെ കൽപ്പനയാകുന്നു, അവൻ അതു നിങ്ങൾക്കു ഇറക്കി തന്നിരിക്കുകയാണ്. അള്ളാഹുവിനെ ആർ സൂക്ഷിക്കുന്നുവോ അവനു തന്റെ തിന്മകളെ അവൻ മാപ്പാക്കി മറച്ചുവെച്ചു കൊടുക്കുകയും അവനു പ്രതിഫലം വമ്പിച്ചതാക്കുകയും ചെയ്യും. 2-3 വചനങ്ങളുടെ വിശദീകരണം. ത്വലാഖ് നടന്നത് ഇദ്ദ ആരംഭിക്കുവാൻ പറ്റിയ അവസരത്തിൽ ആയിരിക്കണമെന്ന് കഴിഞ്ഞ വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. ഇദ്ദാകാലത്ത് എപ്പോൾ വേണമെങ്കിലും അവന് അവളെ മടക്കിയെടുക്കാം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇദ്ദയുടെ കാലാവധി അവസാനിക്കുന്നതോടെ അവൻ രണ്ടിലൊന്ന് തീരുമാനിക്കാതിരിക്കുവാൻ അവന് നിർത്തിയില്ല. ഒന്നുകിൽ അവളെ വെച്ചുകൊണ്ടിരിക്കുക എന്ന് തീരുമാനിക്കണം, അഥവാ ത്വലാഖ് നടപ്പിലാക്കുന്നതിൽ നിന്ന് പിൻവലിച്ച് അവളെ പഴയ വിവാഹബന്ധത്തിലേക്ക് മടക്കിയെടുക്കണം. അല്ലാത്തപക്ഷം അവളെ പിരിച്ചുവിടണം, അഥവാ ത്വലാഖ് നടപ്പിൽ വരുത്തണം. രണ്ടിൽ ഏതായിരുന്നാലും ശരി, അത് സദാചാര മര്യാദ അനുസരിച്ചായിരിക്കണം. ഉപദ്രവകരമോ ദുരുദ്ദേശപൂർവമോ ആയിരിക്കരുത്. ഇരുകൂട്ടരുടെയും നന്മയും സൗകര്യവും കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം എന്നർത്ഥം. ത്വലാഖ് സ്ഥിരപ്പെടുത്തുകയാണെങ്കിലും മടക്കിയെടുക്കുകയാണെങ്കിലും അതിന് മര്യാദക്കാരായ 2 മുസ്ലിങ്ങളെ സാക്ഷി നിർത്തുകയും ചെയ്യേണ്ടതുണ്ട്. പിന്നീട് തർക്കമോ വഴക്കോ ഉണ്ടാകാതിരിക്കുവാനും ഉണ്ടായേക്കുന്ന പക്ഷം സത്യം തെളിയിക്കുവാനും അത് ഉപയോഗപ്പെടുന്നു. മടക്കിയെടുക്കുമ്പോൾ സാക്ഷിയുടെ ആവശ്യകത ത്വലാഖിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ആവശ്യം നേരിടുമ്പോൾ സാക്ഷികൾ അള്ളാഹുവിനെ ഓർത്ത് തങ്ങളുടെ സാക്ഷ്യം യഥാവിധി നിറവേറ്റലും നിർബന്ധമാകുന്നു എന്നൊക്കെയാണ് ഈ വചനത്തിൽ അള്ളാഹു കൽപ്പിക്കുന്നത്. ഇതര ഗ്രന്ഥങ്ങളെപ്പോലെ ഒരു വിഷയം ആദ്യം തൊട്ട് അവസാനം വരെ വിവരിക്കുന്ന പതിവല്ല ഖുർആനിലുള്ളത്. നിയമങ്ങളും കൽപ്പനകളും വിവരിക്കുന്നതിനിടയിൽ തന്നെ ഉപദേശങ്ങളും തത്വങ്ങളും പ്രോത്സാഹനങ്ങളും താക്കീതുകളും അടങ്ങിയിരിക്കും. ഖുർആന്റെ പ്രതിപാദന രീതിയെപ്പറ്റി വിവരിച്ച കൂട്ടത്തിൽ മുഖവുരയിൽ ഈ സംഗതി നാം വിശദീകരിച്ചിട്ടുണ്ട്. 1-ാം വചനത്തിന്റെ അവസാനത്തിൽ ഇതെല്ലാം അള്ളാഹുവിന്റെ നിയമാതിർത്തികളാണെന്നും അവയെ അതിലംഘിക്കുന്നവർ തങ്ങളോട് അക്രമം ചെയ്യുകയാണെന്നും പ്രസ്താവിച്ചു. ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് അവന്റെ നിയമാതിർത്തികൾ പാലിക്കുന്നതിലാണ് മനുഷ്യന്റെ നന്മ സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഈ വചനത്തിലാകട്ടെ ത്വലാഖിനെ സംബന്ധിച്ച കൽപ്പനകളെ തുടർന്നുകൊണ്ട് ഇതെല്ലാം അള്ളാഹുവിലും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്ന സത്യവിശ്വാസികളുള്ള ഉപദേശങ്ങളാണ് എന്ന ഒരു മുഖവരയോടുകൂടി വളരെ പ്രധാനമായ പല യാഥാർത്ഥ്യങ്ങളും അവരെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. സത്യവിശ്വാസികൾ മാത്രമേ ഇങ്ങനെയുള്ള നിയമങ്ങൾ പാലിക്കുകയും വിലവെക്കുകയുമുള്ളൂ. അവയെ അനുസരിക്കാതെയും വിലവെക്കാതെയും ഇരിക്കുന്നവർ പ്രത്യക്ഷത്തിൽ അവർ മുസ്ലിങ്ങളായിരുന്നാലും ശരി, യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിനും വിശ്വസിക്കാത്തവരായിരിക്കും എന്നൊക്കെയാണ് ആ മുഖവുരയിലടങ്ങിയ സൂചനകൾ. ഈ മുഖവുരയ്ക്ക് ശേഷം 1-ാമതായി തഖ്വായെപ്പറ്റി അഥവാ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അനുസരിക്കുക വഴി അവനെ സൂക്ഷിക്കുന്നതിനെപ്പറ്റിയാണ് ഉണർത്തിയിരിക്കുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പോംവഴിയും വിഷമങ്ങൾക്ക് രക്ഷാമാർഗവും അവൻ ഉണ്ടാക്കിക്കൊടുക്കുമെന്നും അവൻ വിചാരിക്കാത്ത വിധത്തിലൂടെ ഉപജീവനമാർഗം നൽകുമെന്നുമാണ് അതിന്റെ ചുരുക്കം. ത്വലാഖ് സംബന്ധമായ കാര്യങ്ങളെ വിവരിക്കുന്ന മധ്യേയാണ് ഇവിടെ ഇക്കാര്യം ഉണർത്തിയിട്ടുള്ളതെങ്കിലും അവയടക്കം ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ബാധിക്കുന്ന വിധിവിലക്കുകളെ സൂക്ഷിച്ചു പോരലാണ് തഖ്വ കൊണ്ട് വിവക്ഷ. അപ്പോൾ മനുഷ്യന്റെ ഐഹികവും പാരത്രികവുമായ എല്ലാ നന്മകൾക്കും എല്ലാവിധ രക്ഷയ്ക്കും നിദാനം ഈ സൂക്ഷ്മതയാകുന്ന തഖ്വ തന്നെ. അതുകൊണ്ടാണ് അടിക്കടി തഖ്വയെപ്പറ്റി അള്ളാഹു ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ 4-ാം വചനത്തിൽ തഖ്വ അനുഷ്ഠിക്കുന്നവർക്ക് അള്ളാഹു അവരുടെ കാര്യങ്ങളിൽ സൗകര്യം ഏർപ്പെടുത്തിക്കൊടുക്കും. 5-ാം വചനത്തിൽ അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുകയും വമ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യുമെന്നും പ്രസ്താവിക്കുന്നത് നോക്കുക. അള്ളാഹുവിന്റെ മേൽ കാര്യങ്ങളെ ഭരമേൽപ്പിക്കുന്നവർക്ക് അള്ളാഹു തന്നെ മതി എന്നാണ്
അടുത്ത വാക്യത്തിൽ ഉണർത്തുന്നത്. ഇതിനുള്ള കാരണവും അതോടൊപ്പം അള്ളാഹു എടുത്തുകാട്ടിയിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ച കാര്യം അവൻ പ്രാപിക്കും. അതിന് യാതൊരു തടസ്സമോ വിഘ്നമോ നേരിടുകയില്ല. അതിൽ ആരും അവനെ പരാജയപ്പെടുത്തുവാനുമില്ല. ഓരോരോ കാര്യത്തിനും അത് ഇന്നിന്ന പ്രകാരം ഇന്നിന്ന പോലെ എന്നൊക്കെ അവൻ വ്യവസ്ഥയും നിർണയവും നിശ്ചയിച്ചിട്ടുണ്ട്. അത് അതുപോലെ തന്നെ സംഭവിക്കും. അങ്ങനെ മാത്രമേ സംഭവിക്കുകയുമുള്ളൂ. ഇതിലൊന്നും മറ്റാരുടെ കൈകടത്തലിനോ ഉദ്ദേശത്തിനോ യാതൊരു പഴുതുമില്ല. എന്നിരിക്കെ അവനിൽ കാര്യങ്ങളർപ്പിക്കുന്ന അവന്റെ അടിയാന്റെ കാര്യങ്ങൾ വേണ്ടതിൻവണ്ണം ശരിപ്പെടുത്തി കൊടുക്കുവാൻ അവൻ തന്നെ പോരെ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തീർച്ചയായും മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് നൽകിയ ചില ഉപദേശങ്ങൾ നമുക്ക് ഇവിടെ ഓർമ്മിക്കാം. തിരുമേനി പറഞ്ഞു, കുട്ടി, നിനക്ക് ഞാൻ ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. നീ അള്ളാഹുവിനെ കാത്തു സൂക്ഷിച്ചുകൊള്ളുക, അവൻ നിന്നെയും കാത്തു സൂക്ഷിക്കും. നീ അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കുക, അവനെ നിന്റെ മുമ്പിൽ നിനക്ക് കണ്ടെത്താം. നീ വല്ലതും ആവശ്യപ്പെടുന്നതായാൽ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക. നീ സഹായം അഭ്യർത്ഥിക്കുന്നതായാൽ അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കുക. നീ അറിയണം, നിനക്ക് ഉപകാരം ചെയ്യുവാൻ വേണ്ടി സമുദായങ്ങൾ എല്ലാം ഒരുമിച്ച് ചേർന്നാലും അള്ളാഹു നിനക്ക് നിശ്ചയിച്ചു വച്ചതല്ലാതെ യാതൊന്നുകൊണ്ടും അവർ നിനക്ക് ഉപകാരം ചെയ്യുകയില്ല. നിനക്ക് ഉപദ്രവം ചെയ്യുവാൻ അവരെല്ലാം ഒരുമിച്ച് ചേർന്നാലും അള്ളാഹു നിന്റെ പേരിൽ നിശ്ചയിച്ചതല്ലാത്ത യാതൊന്നുകൊണ്ടും അവർ നിനക്ക് ഉപദ്രവം ചെയ്യുകയില്ല. പേനകൾ ഉയർത്തപ്പെടുകയും ഏടുകൾ മഷിവറ്റുകയും ചെയ്തിരിക്കുന്നു. അഹ്മദ് തിർമദി. അടിക്കുറിപ്പ്: നടക്കുവാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നു സാരം. ഖളാ ഖദറിനെ നിഷേധിക്കുന്ന യുക്തിവാദക്കാർ ഇതുപോലുള്ള ഹദീസുകളെയെല്ലാം തള്ളിക്കളയുക പതിവാണ്. ഇതിനെപ്പറ്റി സൂറത്തു ഹദീദിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഓർക്കുക. വിശദീകരണം തുടരുന്നു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അഥവാ തഖ്വ അനുഷ്ഠിക്കുന്നവർക്ക് അവർ വിചാരിക്കാത്ത വിധത്തിലൂടെ ഉപജീവനം ലഭിക്കുമെന്നും അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നവർക്ക് അഥവാ തവക്കുൽ ചെയ്യുന്നവർക്ക് അവൻ തന്നെ മതി എന്നും പറഞ്ഞതിന്റെ താൽപ്പര്യം മനുഷ്യൻ ഒന്നും പ്രവർത്തിക്കാതെ ചുമ്മാ ഇരുന്നാലും അവൻ ഉദ്ദേശിച്ചതും ഇച്ഛിച്ചതുമെല്ലാം അങ്ങ് സാധിക്കുമെന്നല്ല. അല്പം തന്റെ ഇടവും അല്പം സത്യവിശ്വാസമുള്ള ആരും അങ്ങനെ ധരിക്കുകയുമില്ല. അവിശ്വാസികളും യുക്തിവാദികളും പൊതുജനങ്ങളെ മതവിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ വേണ്ടി കൽപ്പിച്ചുകൂട്ടി പൊക്കിക്കാട്ടാറുള്ള ഒരു സമയം മാത്രമാണത്. മനുഷ്യനോട് ഓരോ തുറയിലും ചെയ്യുവാൻ കൽപ്പിച്ചത് അവന്റെ പരമാവധി കഴിവുപയോഗിച്ച് അവൻ നിർവഹിക്കണം. അപ്പോൾ അതിലൂടെ അവൻ നിനക്കാത്ത നന്മകൾ അവന് ലഭിച്ചുകൊണ്ടിരിക്കുകയും അവൻ ഊഹിക്കാത്ത രൂപത്തിൽ അവനിൽ നിന്ന് തിന്മകൾ തട്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയും അവന്റെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ അവന് നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ഇഹത്തിൽ അവന് മനസമാധാനവും പരത്തിൽ ശാശ്വത സുഖവും അള്ളാഹു അവന് കൈവരുത്തും എന്നത്രേ ചുരുക്കം. ധാരാളം ഖുർആൻ വചനങ്ങളിൽ നിന്നും നബിവാക്യങ്ങളിൽ നിന്നും അറിയപ്പെട്ടതാണ് ഈ വാസ്തവം. സന്ദർഭം പോലെ പലപ്പോഴും നാം അത് ചൂണ്ടിക്കാട്ടാറുമുണ്ട്. അള്ളാഹു തുടർന്നു പറയുന്നു. 4-5 വചനങ്ങളുടെ വിശദീകരണം. ആർത്തവമുണ്ടാകാറുള്ള സ്ത്രീകളുടെ ഇദ്ദാകാലം 3 ആർത്തവശുദ്ധി ഉണ്ടാകലാണെന്ന് മുമ്പ് 1-ാം വചനത്തിന്റെ വിവരണത്തിൽ പ്രസ്താവിച്ചുവല്ലോ. പ്രായാധിക്യം നിമിത്തം ആർത്തവം നിലച്ചുപോയവരുടെയും തീരെ ആർത്തവമുണ്ടായിട്ടില്ലാത്തവരുടെയും ഇദ്ദ 3 മാസക്കാലമാണെന്ന് ഈ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നു. ഇനിർത്തബത്തും അഥവാ ഇവരുടെ ഇദ്ദയെപ്പറ്റി നിങ്ങൾ സംശയിക്കപ്പെടുന്ന പക്ഷം എന്ന് പറയുവാൻ കാരണം സൂറത്തുൽ ബഖറയിൽ ആർത്തവമുണ്ടാകാറുള്ള സ്ത്രീകളുടെ ഇദ്ദയെപ്പറ്റി പ്രസ്താവിച്ചപ്പോൾ ആർത്തവം ഉണ്ടാകാത്ത സ്ത്രീകളുടെ ഇദ്ദയെക്കുറിച്ച് ചിലർക്ക് സംശയം ഉണ്ടായതാണെന്നും അതിനെ തുടർന്നാണ് ഈ വചനം അവതരിച്ചതെന്നും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. രക്തം കാണുകയും അത് ആർത്തവമോ രക്തസ്രാവമോ എന്നറിയപ്പെടാതെ സംശയപ്പെട്ടാൽ എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശ്യം എന്നത്രേ മുജാഹിദ് റഹിമഹുല്ല മുതലായ ചിലരുടെ അഭിപ്രായം. ആദ്യം പറഞ്ഞതാണ് ഇബ്നു ജരീർ റഹിമഹുല്ല ബലപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് ത്വലാഖ് നടക്കുമ്പോൾ ഗർഭവതികളായ സ്ത്രീകളാണ്. അവരുടെ ഇദ്ദ അവരുടെ പ്രസവം വരെയാണ്. പ്രസവം ഉടനെ തന്നെ സംഭവിച്ചാലും ശരി, കുറെ മാസങ്ങൾക്കു ശേഷമായിരുന്നാലും ശരി, അതോടെ ഇദ്ദയും അവസാനിക്കും. കഴിഞ്ഞ വചനങ്ങളിൽ കണ്ടതുപോലെ ഈ 2 വചനങ്ങളിലും തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം ആവർത്തിച്ചുണർത്തിയിരിക്കുന്നതും 5-ാം വചനത്തിൽ ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ഇറക്കിത്തന്ന കൽപ്പനകളാണെന്ന് ഉണർത്തിയിരിക്കുന്നതും ശ്രദ്ധേയമാകുന്നു. ഇങ്ങനെയുള്ള വാക്യങ്ങൾ ഓരോന്നും സശ്രദ്ധം മനസ്സിരുത്തിക്കൊണ്ടായിരിക്കണം നാം ഖുർആൻ വായിക്കുന്നതും ഗ്രഹിക്കുന്നതും. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അടുത്ത വചനങ്ങളിൽ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകളോടുള്ള ചില ബാധ്യതകളെക്കുറിച്ചും മറ്റും പ്രസ്താവിക്കുന്നു.